PN ഗോപികൃഷ്ണൻ ഒരു മാധ്യമപ്രവർത്തകനാണ്. കാര്യങ്ങൾ വായിക്കുന്ന നല്ലൊരു വായനക്കാരനാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതിത്വം ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു നിരീക്ഷകനുമാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചില വാക്കുകളുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതാണ്, കേൾപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഇന്ന് ആ ബിർള ഹൗസിൽ ഗാന്ധി വെടിയേറ്റു വീണ സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അവിടുത്തെ ആ മ്യൂസിയം മുഴുവൻ തപ്പി നടന്നാലും നാഥുറാം വിനായക് ഗോഡ്സെ എന്നുള്ള പേര് ഒരേ ഒരു സ്ഥലത്തുള്ളൂ. ബാക്കിയെല്ലാം അത് മാറ്റി കളഞ്ഞിരിക്കുന്നു. ബാക്കി സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ അസാസിൻ എന്ന് പറയുന്ന, ഘാതകൻ എന്ന് പറയുന്ന ഒരു പേരില്ലാത്ത ഒരു സംഗതിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനവിടെ സഞ്ചരിച്ചപ്പോൾ നമുക്കറിയാവുന്ന പോലെ ചരിത്രം കുറച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഗാന്ധി വധിക്കപ്പെടുന്നതിന് 10 ദിവസം മുമ്പ്, അതായത് ജനുവരി 20-ന് ഗാന്ധിയെ കൊല്ലാൻ ഒരു ശ്രമം നടത്തി. ഗാന്ധിയെ കൊല്ലാൻ ശ്രമം നടത്തിയപ്പോൾ അതിനുള്ളിൽ ഉൾപ്പെട്ട ഒരാൾ, ഈ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ ബോംബ് വെച്ചിട്ട് അവിടെ ഒരു മതിൽ തകർക്കുന്നുണ്ട്. അപ്പൊ ആ മതിൽ എവിടെയെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിക്കും. ആ മതില് കാണാനില്ല. ബിർള ഹൗസിൽ ആ സംഗതിയേ ഇല്ല. അപ്പൊ ഞാൻ അവിടുത്തെ ഡയറക്ടറോട് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ മദൻലാൽ പഹുവ അന്ന് ഈ ഗൺകോട്ടൻ സ്ലാബ് വെച്ച് പൊട്ടിച്ച മതില്, തകർന്നു പോയ മതില് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ അന്തം വിട്ട് എൻ്റെ മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല, നിങ്ങൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോന്നു. ഈ ഗാന്ധി വധത്തിന്റെ വിചാരണ നടന്നത് റെഡ് ഫോർട്ടിലാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കുള്ളിലെ ഒരു കെട്ടിടത്തിൽ വെച്ചിട്ടാണ് സ്പെഷ്യൽ കോർട്ട് പ്രവർത്തിച്ചത്. ആ സ്പെഷ്യൽ കോർട്ടിലാണ് ഈ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്റ്റെയും VD സവർക്കറൊക്കെ കുറേ ദിവസം അവിടുത്തെ ജയിലിലാണ് കഴിഞ്ഞത്. ആ കെട്ടിടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 വിചാരണയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ച കെട്ടിടമാണ്. ഒന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സേനാനികളെ, അവിടെ ബഹദൂർ ഷാ സഫർ ഉൾപ്പെട്ട ആൾക്കാരെ വിചാരണ ചെയ്ത കെട്ടിടം അതാണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ INA ഉണ്ടായിരുന്ന ആ തടവുകാരെ, INA തടവുകാരെ വിചാരണ ചെയ്ത കെട്ടിടം അതാണ്. അവിടെ തന്നെയാണ് ഈ ഗാന്ധി വധത്തിന്റെ വിചാരണ നടന്നത്. അപ്പോ ആ ഒരുപാട് കെട്ടിടങ്ങൾ ഈ ചെങ്കോട്ടയിലുണ്ട്. നമ്മൾ ഏത് കെട്ടിടാണെന്ന് തിരിച്ചറിയ. ഇതേപോലെ അവിടുത്തെ ഡയറക്ടർ പോയി കണ്ടു ചോദിച്ചു, എവിടെയാണ് ഈ കെട്ടിടം എന്ന് ചോദിച്ചപ്പോ ഒരാൾ പറയുന്ന പോലെ, എന്ന് പറഞ്ഞാൽ ബിർള ഹൗസിൽ ഇരുന്ന അതേ ഡയറക്ടർ പറയുന്ന പോലെ ഇപ്പുറത്ത് വേറൊരാളുടെ വായിൽ കൂടെ അതേ വാക്കുകൾ തന്നെ വരുന്നു. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ നടന്നതായിട്ട് അറിയില്ല, നിങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നു. ഷോധ്പൂരില് ഗാന്ധി സെക്കൻഡ് ഹോം എന്ന് വിളിച്ചിരുന്ന ഈ സബർമതി ആശ്രമം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഷോധ്പൂർ ഗാന്ധി ആശ്രമം എന്ന് പറയുന്നത്. ഗാന്ധി എന്നെ 2ാം വീട് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ സുഭാഷ് പറഞ്ഞ പോലെ ഒരു കുടിസുമുറിയിൽ ഇരുന്നാണ് സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും ഗാന്ധിയും കൂടിയിട്ട് ആ കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായപ്പോ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത്. ആ മുറി അറിയാം, അവിടുത്തെ ഒരു കെയർടേക്കർക്ക് അറിയാം. ആ മുറി മരസാമാനങ്ങളെ കൊണ്ട് നിറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഞാൻ അവിടെ ചെന്ന് കുറച്ചു നേരം ഇങ്ങനെ നിന്നു. എനിക്ക് ആ ചരിത്രം മുഴുവൻ എൻ്റെ ഉടലിൽ മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ കെയർടേക്കർ എന്നെ തട്ടി വിളിച്ചു പറഞ്ഞു, അധികം നേരം നിൽക്കണ്ട, ഇഴജന്തുക്കളുണ്ട്, പാമ്പ് കടിക്കുന്നു പറയുന്നു. അപ്പോ ഇങ്ങനെ ഈ പറയുന്ന തരത്തിൽ വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത എഴുതുന്നു. മലയാളത്തിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കവി, നമ്മൾ ഭക്തകവി എന്നൊക്കെ വിളിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തിയ P. കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ കവി ഗാന്ധി വധത്തിന് 1 വർഷം മുമ്പ് പ്രവചന ശേഷിയോടെ തൻ്റെ കവിതയിൽ എഴുതി, ഇദ്ദേഹം മരിക്കാൻ പോകുന്ന വെടികൊണ്ടാണെന്ന് എഴുതിയ ആ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ആ തരത്തില് ഈ പറയുന്ന ഗാന്ധിക്ക് എന്ത് സംഭവിക്കുന്നു പ്രവചിക്കാൻ ശേഷിയുള്ള കവികളുണ്ടായ മലയാളത്തിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ സ്മരണയെ ഒരു പക്ഷേ കരുതി കൂട്ടി മാച്ച് കളയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ മായ്ക്കുന്നത്? എന്തുകൊണ്ടാണ് മായ്ക്കാൻ ശ്രമിക്കുന്നത്?
ഇപ്പോ ആശിഷ് നന്ദിയൊക്കെ പറയും ഒരു ഒഫീഷ്യൽ ഗാന്ധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചതാണ്. എന്ന് പറഞ്ഞാൽ 500-ന്റെ നോട്ടിൽ ഗാന്ധി ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരെ കൊണ്ട് ഇടിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ചുമരില് ഗാന്ധി ഉണ്ട്. നഗരത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡിന് മഹാത്മാഗാന്ധി റോഡ് എന്ന് പേരിട്ട ആൾക്കാരാണ് നമ്മൾ. ഇങ്ങനെ ഒരു ഔദ്യോഗിക ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഗാന്ധിയെ അതേപടി ആൾദൈവം പോലെ പിന്തുടരുന്ന ആൾക്കാരുണ്ട്. ഗാന്ധി 5 മണിക്ക് ആട്ടുംപാൽ കുടിക്കെങ്കിൽ താനും 5 മണി. മനോഹരമായ വാക്കുകളാണ്, അർത്ഥപൂർണമായ വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ആദർശവും വികാരവും സംഭാവനയും ജീവനും നൽകിയ ഗാന്ധി വധിക്കപ്പെട്ടു. യഥാർത്ഥ ഘാതകൻ നാഥുറാം ഗോഡ്സെ, ആ നാഥുറാം ഗോഡ്സെയുടെ പേര് പോലും മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അടയാളങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഗാന്ധി സ്ക്വയറുകളും ഗാന്ധി റോഡുകളും ഉണ്ടാവുമ്പോഴും ഇന്ത്യയിലെ ഗാന്ധി തലയുള്ള നോട്ടിലും എവിടെയൊക്കെയുള്ള ചിത്രങ്ങളിലും നല്ല മനോഹരമായി അലക്കി വെളുപ്പിച്ചിടാൻ പറ്റിയ ഖദറിൻ്റെ തുണിയിലും മാത്രമൊക്കെയായി ഔദ്യോഗിക ഗാന്ധിയായി അങ്ങനെ തുടരുകയും ചെയ്യുന്നു. ഇത് കേൾക്കേണ്ട വാക്കുകളാണ്, കേൾപ്പിക്കേണ്ട വാക്കുകളാണ്.